ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 9ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഭരണഘടനയ്ക്കൊരു മുഖവുര. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ലോകരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടനയ്ക്ക് ഒത്തിരി ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് ലക്ഷ്യങ്ങളുണ്ട്, അതിന് ഘടകങ്ങളുണ്ട്, അതെങ്ങനെ രൂപീകൃതമായി എന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വീഡിയോസും ചെയ്യുന്നുണ്ട്. അതും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 9, ഭരണഘടനയ്ക്കൊരു മുഖവുര. ഇവിടെ നമുക്ക് ചിത്രങ്ങൾ കാണാം. ഒരു 4 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ ഒരാൾ 2 വീലർ ഓടിക്കുന്നത് കാണാം. രണ്ടാമത്തേത് ഹെൽമറ്റ് വെച്ചിട്ട് വളരെ സാവധാനം ബൈക്ക് ഓടിക്കുന്നത് നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് അച്ചടക്കം പാലിക്കുന്നത് കാണാം. 4ാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ അച്ചടക്കമില്ലാതെ ക്യൂ ഒക്കെ തെറ്റിച്ച് നിന്ന് പൊതു സ്ഥാപനത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? അതെ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ, അതായത് 2 ഭാഗങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ നോക്കുക. ഇതിൽ നമുക്ക് സമൂഹത്തിന് അഭികാമ്യമായിട്ടുള്ള പെരുമാറ്റത്തെ സൂചിക്കുന്ന ചിത്രങ്ങളിൽ ഇവിടെ എമോജി വരച്ച് ചേർക്കാനായിട്ട് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതിലൊക്കെ വരയ്ക്കാം? ഒന്നാമത്തേതിൽ നമുക്ക് 2ാമത്തെ ചിത്രത്തിൽ എമോജി വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2ാമത്തെ സെക്ഷനിൽ 1ാമത്തേതിൽ നമുക്ക് എമോജി വരച്ചു കൊടുക്കാം അല്ലേ? അതെ. ഏതൊരു സമൂഹത്തിനും സുഗമമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുന്നതിന് പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യണം? പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിൽ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ, അപ്പോൾ ഇവിടെയെല്ലാം പലതരത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലേ? വളരെ വിശാലമായിട്ടുള്ള ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും ഒക്കെ അനുസരിച്ച് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഏകീകൃത രേഖ അവർക്കുണ്ട്. അതിനെയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, പാലവിള UP സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഒരു മുതിർന്ന അഭിഭാഷകയുമായിട്ട് ഒരു അഭിമുഖം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പ്രവർത്തനത്തിലാണ് കേട്ടോ. അപ്പം നോക്കി എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. കുട്ടികൾ ഓരോരുത്തരായിട്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു കുട്ടി ചോദിക്കുകയാണ്, നമ്മുടെ ഈ ഭരണകർത്താക്കൾക്കെല്ലാം ഈ അധികാരങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? മറ്റൊരു കുട്ടി ചോദിക്കുന്നു, പൗരരുടെ ചുമതലകളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ അടുത്ത കുട്ടി ചോദിക്കുന്നു, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമുള്ളതാണ്, അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അടുത്തൊരു കുട്ടി ചോദിക്കുന്നു, ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പോൾ അഭിഭാഷിക ഇതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ ഉത്തരം? ഭരണഘടന. അപ്പോൾ നമുക്ക് ഭരണഘടനയെക്കുറിച്ച് നോക്കാം. അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആശയങ്ങളാണ് വന്നിരിക്കുന്നത്? രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം, ജനങ്ങളുടെ അവകാശങ്ങൾ, പിന്നെയോ അതെ പൗരന്മാരുടെ ചുമതലകൾ, നമ്മുടെ ഭരണകർത്താക്കളുടെ അധികാരങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കുട്ടികൾ ചോദിക്കുന്നത് അല്ലേ? അതെ. ഇനി നോക്കി, ഭരണഘടനയുടെ മുൻഗാമികൾ. ഭരണഘടന എന്ന ആശയം രൂപപ്പെടാനിടയാക്കിയ ചരിത്രമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.
ഹമ്മുറാബിയുടെ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബി ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 1792 1750 ഇടയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിതയായിരുന്നു ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭരണഘടന രൂപപ്പെടുന്നതിന് ഒരു ആശയമായിരുന്നു. അടുത്ത രണ്ടാമത്തെ നോക്കിയേ, മാഗ്ന കാർട്ട. ഇത് കൂട്ടുകാർക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം എന്താണ് മാഗ്ന കാർട്ട എന്ന്. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വളരെ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങളെ ഒപ്പുവെപ്പിച്ച ഒരു പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് പറയാം നമുക്ക് ഈ മാഗ്ന കാർട്ട കേട്ടോ. അടുത്ത് മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ സംഘർഷങ്ങൾക്കിടയായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുവാനുമായിട്ടായിരുന്നു ഈ വിപ്ലവം നടന്നത്. അത് വിജയം കൈവരിക്കുകയും ചെയ്തു. രാജാധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ ഈ മഹത്തായ വിപ്ലവവും നമ്മുടെ ഭരണഘടന രൂപീകൃതമാകുന്നതിന് ഒരു നാഴികക്കല്ലായിരുന്നു. അടുത്ത് നോക്കിയേ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുന്നതിന് മറ്റൊരു നാഴികക്കല്ലാണ്. അമേരിക്ക എങ്ങനെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് നോക്കിയേ. ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുകയും തുടർന്ന് CE 1776 ഈ 13 കോളനികളും എന്ത് ചെയ്തു? പ്രഖ്യാപനം നടത്തി. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിയുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് അമേരിക്കയ്ക്കാണ് കേട്ടോ. അടുത്ത മറ്റൊന്നാണ് ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. രാജാവിൻ്റെ അധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിൽ കൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപീകൃതമാവുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃതമായിട്ടുള്ള നിയമാവലി ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനയുടെ രൂപീകരണത്തിന് ഇടയാകുന്നത്. ഭരണഘടനകൾ പലതരം. ഭരണഘടനകളെ അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുവാനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഭരണഘടനയെ 3 തരംതിരിക്കാം. 1 അവയുടെ സ്വഭാവം, 2 മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, 3 രൂപം കൊണ്ട രീതി. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവയെ 2 തരംതിരിക്കുന്നു. ലിഖിതം, അലിഖിതം, എഴുതപ്പെട്ടത്, എഴുതപ്പെടാത്തത്. മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ അനുസരിച്ച് ഭരണഘടനയെ 2 തരംതിരിക്കുന്നു. ദൃഢമായത്, അയവുള്ളത്. വളരെ ദൃഢമായിട്ടുള്ള ഭരണഘടനാ തത്വങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അയവുള്ളതും ഉണ്ട്. രൂപം കൊണ്ട രീതി അനുസരിച്ചും ഇവയെ 2 തരംതിരിക്കുന്നു. നടപ്പിലാക്കിയതുണ്ട്, പരിണമിച്ചതും ഉണ്ട്. ഇനി നോക്കി ഇവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലിഖിതം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും
വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുസ്തകത്തിൽ എഴുതി അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും തത്വങ്ങളും നിയമങ്ങളും എല്ലാം എഴുതി ചേർത്ത് വച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ ഒക്കെ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്ത അലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്തതാണ്. നോക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡം, അതായത് UK, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് നിലവിലുള്ളത്. അടുത്ത് നോക്കിയ ദൃഢമായ ഭരണഘടനകളുണ്ട്. മാറ്റം വരുത്തുന്നതിന് അല്ലെങ്കിൽ ഭേദഗതി വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടനകൾ. ഇത് അമേരിക്കൻ ഐക്യനാടുകളിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഭരണഘടനയാണ് കണ്ടുവരുന്നത്. ഇനി അയവുള്ളതാണെങ്കിലോ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനകളാണ്. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് തുടങ്ങിയവയുടെയൊക്കെ അയവുള്ള ഒരു ഭരണഘടനയാണ് ഉള്ളത്. ഇനി നടപ്പിലാക്കിയ ഭരണഘടന എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയത്. അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയുമൊക്കെ എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഒരു ഭരണഘടനയാണുള്ളത് കേട്ടോ. അടുത്ത് പരിണമിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പരിണമിച്ച ഭരണഘടനയാണുള്ളത്. ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഭരണഘടനയാണ് പരിണമിച്ച ഭരണഘടന എന്ന് പറയുന്നത്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചു അല്ലേ? പലതരത്തിലുള്ള ഭരണഘടനകളാണ് നമുക്കുള്ളതെന്ന് പഠിച്ചു. ഇനി ഭരണഘടനയുടെ ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. അപ്പോൾ 5 ആവശ്യ ഗുണങ്ങളാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടത്. ഒന്നാമത്തെ നോക്കിയേ, സമഗ്രത. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണമെന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സമഗ്രമായി അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് ഭരണഘടനയുടെ ഒരു ഗുണമാണ്. മറ്റൊന്ന് സംക്ഷിപ്തത. ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യമുള്ളതുമായിരിക്കണം ഭരണഘടന. ഇനി വ്യക്തതയുണ്ടാവണം. ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. അടുത്തതോ ചലനാത്മകത. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കണം ഭരണഘടന. ഇനി അനുയോജ്യത. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കുന്നവയാവണം നമ്മുടെ ഭരണഘടന. അപ്പോൾ ഭരണഘടനയ്ക്ക് പ്രധാനമായിട്ടും 5 ആവശ്യ ഗുണങ്ങളാണുള്ളത്. അത് എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്? ഭരണഘടന രൂപീകൃതമാകാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഭരണഘടനകൾ 3 തരത്തിലാണുള്ളതെന്ന് നമ്മൾ പഠിച്ചു. അതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചു അല്ലേ? അതിനുശേഷം നമ്മൾ ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കി. അപ്പോൾ ഇത് ഇത്രയും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഭരണഘടന വ്യവസ്ഥ. ഭരണഘടനയുടെ പൊതു സവിശേഷതകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഭരണഘടനയുടെ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ടീച്ചറും മനുവുമായിട്ടുള്ള ഒരു സംഭാഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ടീച്ചർ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് റോഡ് നിയമമൊക്കെ തെറ്റിച്ച് നമ്മുടെ മനു സൈക്കിൾ ഓടിക്കുന്നത് കണ്ടു. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ടീച്ചർ മനുവിനോട് പറയുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നതിന് നിയമങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ടീച്ചറിനോട് ചോദിക്കുന്നു. അപ്പോൾ ടീച്ചർ പറയാണ്, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും
ബാധകമാണ്. അപ്പോൾ ഈ ഭരണഘടനാ വ്യവസ്ഥ ഭരണാധികാരികൾക്ക് ബാധകമാണോ? നമുക്ക് നോക്കാം. വ്യക്തികൾക്ക് മേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ളതുപോലെ തന്നെ അധികാരികളുടെ മേലും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾ നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും, അല്ലേ? ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ വ്യവസ്ഥ? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക, ഇവയെല്ലാം ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ചൊക്കെ ആദ്യം പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം കൊടുത്ത പ്രാഥമിക നിർവചനം എന്ന് പറയുന്നത്. നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെ ഭരണഘടനയും രൂപപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ രാഷ്ട്രപതി അധികാരമേൽക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ തലവനെന്ന് പറയുന്നത് രാഷ്ട്രപതി അല്ലേ? അതെ. അപ്പോൾ ഈ രാഷ്ട്രപതി ഭരണമേൽക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ ചൊല്ലും. എന്താണ് ആ പ്രതിജ്ഞ? നോക്കിയേ കൂട്ടുകാരെ. അദ്ദേഹത്തിൻ്റെ പേരാദ്യം പറയുകയാണ്. അതിനുശേഷം ഇന്നയാളായ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം അഥവാ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്നും ഇവർ പ്രതിജ്ഞ എടുക്കും. അപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് എടുക്കുന്നത് കേട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വളരെ ഒരു നീണ്ട ഒരു ചരിത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്ഭവം എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണകീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നോക്കിയേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കയ്യിലായിട്ട് മാറുന്നു. അടുത്ത് നോക്കിയേ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി തീരുന്നു. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയാണ് നേരിട്ട് ഏറ്റെടുക്കുന്നത് കേട്ടോ. അടുത്ത് ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റുകളൊക്കെ നിലവിൽ വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളായിരുന്നു ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റുകൾ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെ ഇതേ തുടർന്ന് ഉടലെടുക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു പ്രധാനപ്പെട്ട ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നതും INC ആണ്, അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ രൂപീകൃതമാകുന്നു. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ ഉറപ്പുവരുത്തുന്നതിന് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഒരു ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി. ഇതിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭയും നിലവിൽ വരുന്നുണ്ട് കേട്ടോ. ക്യാബിനറ്റ് മിഷനാണ് 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ കൊണ്ടുവരുന്നത്.
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കറാണ് ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ മാസം 26 അംഗീകാരം നൽകുന്നു, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകുന്നു. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി അന്നു മുതലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖ ഭാഗം വായിച്ചു നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലും സമത്വം സംപ്രാപ്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഓരോ ആക്റ്റുകളും എഴുതി ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടും പ്രതിഫലിക്കുന്നത് നമ്മുടെ ആമുഖത്തിലാണ്, നമ്മൾ വായിച്ച ആമുഖ ഭാഗത്തിലാണ് അല്ലേ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ ഒത്തിരി ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയിലായിരുന്നു നമ്മുടെ ഭരണഘടന എഴുതി ചേർക്കപ്പെട്ടത്. രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി ഇവയെല്ലാം ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ഒന്നാമത്തേത് പരമാധികാരം, 2 സ്ഥിതി സമത്വം, 3 മതേതരത്വം, 4 ജനാധിപത്യം, 5 റിപ്പബ്ലിക്. ഒന്നാമത്തേത് നോക്കാം, പരമാധികാരം. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയരാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ പറയുന്നതാണ് പരമാധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരമാധികാരം. 2 സ്ഥിതി സമത്വം. എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുക എന്നതാണ് സ്ഥിതി സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് 3ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു മതം ഇല്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വത്തെ വലിച്ചെറിയുന്ന ഒരു പ്രതീതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത് നോക്കി, ജനാധിപത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളായിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാൽ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. അതാണ് വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അവർ നമ്മളെ ഭരിക്കുകയും ചെയ്യുന്നത്. അടുത്ത റിപ്പബ്ലിക്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ 5 അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 പരമാധികാരം, 2 സ്ഥിതി സമത്വം, 3 മതേതരത്വം, 4 ജനാധിപത്യം, 5 റിപ്പബ്ലിക്. അവ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി കൂട്ടുകാർ വയ്ക്കുക.
മാർക്ക് കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി കണക്കാക്കപ്പെടുന്നുണ്ട് അല്ലേ. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും അതുപോലെ തന്നെ ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നതൊക്കെ ഈ ആമുഖത്തിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിന് നമ്മളും ഒരു ഭാഗവാക്കാണ്. അപ്പോൾ ഭരണഘടനയുടെ തത്വങ്ങളും എല്ലാം നമ്മളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. കൂട്ടുകാരെല്ലാവരും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 9ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചത്, ഭരണഘടനയ്ക്ക് ഒരാമുഖം. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച്, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന രൂപീകൃതമാകാനുള്ള കാരണങ്ങൾ, ഭരണഘടനയുടെ പ്രത്യേകതകൾ, ഭരണഘടനയുടെ ഗുണങ്ങൾ, ഭരണഘടനയുടെ ആമുഖം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തിരിക്കുക. ഷോർട്ട് നോട്ട് എഴുതി സൂക്ഷിക്കുക. എക്സാമിന് ചോദിക്കുന്നവയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. പാഠം 3-4 തവണ നന്നായി വായിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്